വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഇത് സെലക്റ്റീവായിട്ടുള്ള PSC കറണ്ട് അഫയേഴ്സാണ്. ജൂൺ മാസത്തെ മൊത്തമുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സെലക്റ്റീവായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം LDC, LGS, BAP ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പ്രിലിംസ് കിടക്കാൻ 20 മാർക്ക് കറണ്ട് അഫയേഴ്സാണ്. അതറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം അത് പഠിക്കാതെ നമ്മൾ വേറെ എന്ത് പഠിച്ചിട്ടും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജൂൺ 1 ലോക സുന്ദരി പട്ടം നേടിയത് ഓപ്പാൽ സുജാത ചങ്ശ്രീ. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഏത് മന്ത്രാലയമാണ് ഏർപ്പെടുത്തിയത്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പലിൽ കണ്ടെത്തിയ അതീവ അപകടകരമായ രാസവസ്തു ഫിനൈലിൻ ഡൈമിൻ. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി പ്രസിഡന്റായി ചുമതലയേറ്റത് രാജീവ് മേമാനി. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനും പൂർത്തിയാക്കാനും വേണ്ടിയുള്ള പദ്ധതി സേഫ്. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ഇന്ത്യൻ കിട്ടിയ മെഡലുകളുടെ എണ്ണം 8 സ്വർണം, 10 വെള്ളി, 6 വെങ്കലം. തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ ഒരു നിയോലിത്തിക് പാറക്കൂട്ടം കണ്ടെത്തിയത്? കന്യാകുമാരി. ജൂൺ 2 പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ ഓസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പേര് ദാരാ ഷിഖ് റെയിൽവേ സ്റ്റേഷൻ. 2025 ഫ്രഞ്ച് ഓപ്പണിൽ 100ാമത്തെ വിജയം നേടിയ പുരുഷ ടെന്നീസ് താരം നോവാക് ജോക്കോവിച്ച്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെസ്റ്റ് റൺ നടത്തിയത് ജപ്പാൻ. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാതെ ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പ് കോമ്പൗണ്ടർ. 2024 ഉള്ളൂർ പുരസ്കാരം നേടിയത് മഞ്ജു വെള്ളയാണി. 2024 മാതൃഭൂമി താരസ്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. US-ന്റെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് ഗോൾഡൻ ഡോം. ശാസ്ത്രം, സാങ്കേതികം, ആരോഗ്യം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിച്ച ശേഷം വിരമിച്ചവരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും പുത്തൻ സ്റ്റാർട്ടപ്പുകൾക്ക് വിദഗ്ധോപദേശത്തിനായി ഉപയോഗപ്പെടുത്താൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അവതരിപ്പിക്കുന്ന പദ്ധതി വിസ്ഡം ഇന്ത്യ. ജൂൺ 3 2025 IPL കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. കാസ്പിയൻ ഗൾ ലാറസ് കാച്ചിനൻസ് എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം കേരളം. ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ LLM ആരംഭിച്ച മന്ത്രാലയം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനം അമലോപ്സ് ഷില്ലോങ്. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ CR പ്രസാദ്. UN പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് അനലീന മാർബോക്ക്. പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് കരോൾ നവ്രോക്കാക്കി. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ IATA 81ാമത് വാർഷിക പൊതുയോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ജൂൺ 4 റഷ്യയിലെ 2 വ്യോമ താവളത്തിൽ യുക്രൈൻ്റെ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഡ്രോൺ ആക്രമണം ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയത് രമേശ് കാവിൽ. ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയ്ക്കും പകരം ഇനി രക്ഷിതാവ് ആക്കണമെന്ന് ഉത്തരവിട്ട കോടതി കേരള ഹൈക്കോടതി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. 2025 ജൂണിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട അമേരിക്കൻ നടനും സംഗീതജ്ഞനുമായ വ്യക്തി ജോനാഥൻ ജോസ് ഗോൺസാലട്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച വിജ്ഞാന കേന്ദ്രമായി തിരഞ്ഞെടുത്തത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രം. നബാർഡിന്റെ ചീഫ് ജനറൽ മാനേജറായി ചുമതലയേറ്റത് നാഗേഷ് കുമാർ അനുമല. ഉള്ളൂർ സ്മാരക സമിതി മികച്ച കവിതാ സമാഹാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉള്ളൂർ അവാർഡ് 2025 നേടിയ മഞ്ജു വെള്ളയാണിയുടെ കൃതി ജലസമിതികൾ. ജൂൺ 5 ലോക
പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5. അടുത്തിടെ UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ സമിതിയിൽ സഹാധ്യക്ഷസ്ഥാനം ലഭിച്ച രാജ്യം പാകിസ്ഥാൻ. ഹാരപ്പൻ കാലത്തിനും മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത്. യുദ്ധവിമാനമായ റാഫലിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായി കരാറിൽ ഒപ്പുവെച്ചത് ഫ്രഞ്ച് കമ്പനിയായ ദസ്ലോ ഏവിയേഷനും ടാറ്റ ഗ്രൂപ്പും. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന ഡയറക്ടറേറ്റ് ഏർപ്പെടുത്തിയ പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം ലഭിച്ച വ്യക്തി IB സതീഷ്. ഇന്ത്യക്ക് ഏത് യുദ്ധവിമാനത്തിൻ്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകുമെന്നാണ് റഷ്യ വാഗ്ദാനം ചെയ്തത്? സുബോയ് Su-57E. തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ധനുഷ്കോടി, രാമപുരം. തമിഴ്നാട്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് തവാങ്, അരുണാചൽ പ്രദേശ്. ജൂൺ 6. 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഡൈനാമിക് റൂട്ട് പ്ലാനിംഗ് ഫോർ അർബൻ ഗ്രീൻ മൊബൈലിറ്റി DRUM എന്ന വെബ് ആപ്പ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം IIT ഖരഗ്പൂർ. നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ ഏത് മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ്? പാർലമെന്ററി കാര്യ മന്ത്രാലയം. 2025 ജൂണിൽ യുക്രൈൻ റഷ്യൻ വ്യോമതാവളത്തിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വൈബ്. ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടൽ ആയുഷ് നിവേശ് സാരഥി. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നട്ടുപിടിപ്പിച്ച ചെടി സിന്ദൂർ. കാശ്മീർ താഴ്വാരവും ജമ്മുവിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ചത് കത്ര, ശ്രീനഗർ. പാട്യ കാലഘട്ടത്തിലെ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തിയ സ്ഥാനം തമിഴ്നാട്. ജൂൺ 7. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. സംസ്ഥാനത്തെ അംഗൻവാടികളിൽ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കുഞ്ഞൂസ് കാർഡ്. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം നൊമാഡിക് ഏലിയൻ 2025. വിദേശ ഭാഷകളുടെ സ്വാധീനത്തിൽ നിന്നും ഭരണ സംവിധാനത്തെ മോചിപ്പിക്കുന്നതിന് എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒരു സംഘടിത വേദി നൽകുന്നതിനായി ആരംഭിച്ച വിഭാഗം ഭാരതീയ ഭാഷാ അനുഭവ്. ഏറ്റവും കൂടുതൽ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം മഹാരാഷ്ട്ര. ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ജനസു തുരങ്കം. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി കാനഡ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറെടുപ്പ് ശക്തമാക്കുന്നതിനായി അതിർത്തി സംസ്ഥാനങ്ങളിൽ നടത്തിയ മോക്ക് ഡ്രിൽ ഓപ്പറേഷൻ ഫീൽഡ്. ജൂൺ 8. 2025 യുവേഫ നേഷൻസ് ലീഗ് ജേതാക്കൾ പോർച്ചുഗൽ. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കൊക്കോ ഗൗഫ്. 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിന് മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയത് NVIDIA. 2025 ജൂണിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാൻ സൈറ്റുകളുടെ എണ്ണം 91. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ചത് ജനസു തുരങ്കം. മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് 2025 ജൂണിൽ ആഘോഷിച്ചത്? 125. ആരവല്ലി പർവ്വതത്തിൽ വനവൽക്കരണത്തിനുള്ള സംരംഭമായ ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട് നിലവിൽ വരുന്ന പ്രദേശങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി. ജൂൺ 9. 2025 ജൂണിലെ കണക്ക് പ്രകാരമുള്ള പുതുക്കിയ റിപ്പോ നിരക്ക് 5.5%. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജകൃത ആദിവാസി കോളനി നടുപ്പതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്ന പുരുഷ സൗന്ദര്യ മത്സരമായ റുബാറു മിസ്റ്റൺ ഇന്ത്യയിൽ 2025 ക്യാബെല്ലറോ യൂണിവേഴ്സൽ പദവി സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയായി മാറിയത് R. അനന്തകൃഷ്ണൻ. 2025 വൈഷ്ണവം പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ജമ്മു കാശ്മീർ. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായി നിയമിതനായത് അശ്വിനി ലോഹാനി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച
6.5%. ദുരന്ത നിവാരണ മേഖലയിലെ സംഭാവനകൾക്ക് UN നൽകുന്ന സുസാക്കാവ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കാലാവസ്ഥാ ഡയറക്ടർ മൃത്യുഞ്ജയ് മഹാപത്ര. ജൂൺ 10. ടൈപ്പ് 2 പ്രമേഹം, അമിതവണ്ണം എന്നിവ നിയന്ത്രിക്കാൻ US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഇലി ലീലി പുറത്തിറക്കിയ പ്രതിരോധ അധിഷ്ഠിത കുത്തിവയ്പ് മൗഞ്ചാരോ. ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷൻ, തെലങ്കാന. 2025 ജൂണിൽ അറബിക്കടലിൽ തീപിടുത്തത്തിനിരയായ കപ്പൽ MV വാൻഹായ് 503. 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കുരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ MSC ഐറീന. വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സജ്ജമാക്കിയ ആപ്ലിക്കേഷൻ മെഡ്വാച്ച്. ICC ഹാൾ ഓഫ് ഫെയിമിൽ അടുത്തിടെ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. 2025 നേഷൻസ് ലീഗ് കിരീട ജേതാക്കൾ പോർച്ചുഗൽ. കേരളത്തിൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് കേന്ദ്രം പ്രവർത്തനത്തിനൊരുങ്ങുന്നത് ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസ്, കോട്ടയം. അടുത്തത് ജൂൺ 11. INS ഗുൽദാറിനെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമായി മാറ്റുന്നതിനുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഷാഹെസ് ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്ത രാജ്യം ഇറാൻ. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 1 കോടി വൃക്ഷത്തേക്കാൾ നടന്ന പദ്ധതി. ഒരു തൈ നടാം. ഥാർ മരുഭൂമിയിൽ വാഹനം തടയുന്നതിനും ആരവല്ലി പർവ്വതനിരയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും ലഹരി ഉപയോഗം പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിനും വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം നേടിയ വ്യക്തി IB സതീഷ്. രാജ്യത്തെ ഏറ്റവും മികച്ച കാർഷിക വിജ്ഞാന കേന്ദ്രമായി തിരഞ്ഞെടുത്തത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രം. ദ റിയൽ ഫെർട്ടിലിറ്റി ക്രൈസിസ് എന്ന പേരിൽ 2025 സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലർ SOWP റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA. അടുത്തത് ജൂൺ 12. 2025 ജൂൺ 12 200-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്നത് അഹമ്മദാബാദ്. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. 2025 UN സുരക്ഷാ കൗൺസിലിന്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച രാജ്യം പാകിസ്ഥാൻ. രാജ്യത്തെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം. 2025 ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ സ്ഥിരമല്ലാത്ത അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ ബഹ്റിൻ, കൊളംബിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലൈബീരിയ, ലാത്വിയ. കൃഷി വകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിച്ചത് പിണറായി വിജയൻ. ഓസ്ട്രിയൻ റൈസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത് പ്രിയങ്ക ഗോസ്വാമി. 2025 ലോകാരോഗ്യ സംഘടനയുടെ ആഗോള പരമ്പരാഗത വൈദ്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹി. ജൂൺ 13. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ലോക്സഭ, രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് എത്ര ശതമാനം സംവരണം നൽകാനുള്ള നിയമമാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ നടപ്പിലാക്കാൻ പോകുന്നത്? 33%. ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേൾഡ് എക്കണോമിക് ഫോറം ഏറ്റവും പുതിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതനായത് കത്രീന കൈഫ്. കേന്ദ്ര തപാൽ വകുപ്പ് IASROയും ഹൈദരാബാദ് IIT-യുടെയും സഹായത്തോടെ തയ്യാറാക്കിയ പുതിയ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ DGPIN. കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുന്നതിനായി സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയം 9 മണിക്കൂറിൽ നിന്നും 10 മണിക്കൂറായി ഉയർത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയ തപാൽ സേവനത്തിന്റെ പേര് ഗ്യാൻ പോസ്റ്റ്. 2025 നോർവേ ചെസ് കിരീടം ജേതാവ് മാഗ്നസ് കാൾസൺ. അടുത്തത് ജൂൺ 14.
കുട്രീം സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഏജന്റ് AI സിസ്റ്റം. കൃതി. ദക്ഷിണേന്ത്യൻ കണ്ടെത്തിയ പുതിയ ഇനം ജമ്പിംഗ് സ്പൈഡർ സ്പാർട്ടിയസ് കരികരി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി നൽകുന്ന ബഷീർ ബാല്യകാല സഖി അവാർഡ് നേടിയത് KV മോഹൻകുമാർ. 2025 ബഷീർ അമ്മ മലയാളം പുരസ്കാരം നേടിയത് തരുൺ മൂർത്തി. 2025 അന്താരാഷ്ട്ര യോഗ ദിനവേദി വിശാഖപട്ടണം. 2025 ജൂണിൽ ആദരിച്ച പ്രശസ്ത നാടോടി ഗായികയും നടിയുമായ വ്യക്തി കൊല്ലംകുടി കറുപ്പായി. 2025-35 ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14. ജൂൺ 15 ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തു നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ ആൽക്കഹോൾ ലേബലായി മാറിയത് ചിറാപുഞ്ചി ജിൻ. കസാക്കിസ്ഥാനിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിർമ്മിക്കാൻ മുൻകൈ എടുക്കുന്ന രാജ്യം റഷ്യ. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്ക. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ടെംപ ബൗമ. അറബിക്കടലിൽ സൈനികാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35. പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ രുദ്രാസ്ത്ര. 2025 ജൂണിൽ 7 പേരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം നടന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഹ്യൂമെ സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ 2024 മെയ് 2025 ഇടയിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയ ജില്ല വയനാട്. ജൂൺ 16 അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് സേതു. 2025 സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറുമായി തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ജീവധാര. 2025-35 ഡിക്കൈഡ് ഓഫ് ഹൈപ്പോ പവർ ആയി പ്രഖ്യാപിച്ചത് അരുണാചൽ പ്രദേശ്. സംസ്ഥാനത്തെ ആദ്യ സോളാർ മോഡൽ വില്ലേജായി പ്രഖ്യാപിച്ച ഗ്രാമം രാജാകാസ്, ഹിമാചൽ പ്രദേശ്. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ഉയർത്തിയ സംസ്ഥാനം കർണാടക. ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ രുദ്രാസ്ത്ര. പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരമൊരുക്കാൻ കെയർ ആൻഡ് ഫെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച പദ്ധതി വിദ്യാമൃതം. അടുത്തത് ജൂൺ 17 എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ET-LDH-CM ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത്? DRDO. കാഞ്ചൂറിയ ത്രിബ്രാൻസിസ്, കഞ്ചൂറിയ പ്രിയശങ്കരി എന്നീ 2 പുതിയ മണ്ണിരകളെ അടുത്തിടെ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ്? ത്രിപുര. സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിന്റെ പുതിയ പേര് ഭൂവിനിയോഗ വകുപ്പ്. ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആന്റി ക്രിസ്റ്റൽ ഫെസ്റ്റിവലിന്റെ ജൂറി അവാർഡ് നേടിയ മലയാളി സുരേഷ് ഏറിയാട്ട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. 2025 ജനുവരിയിൽ ജയ്പൂരിനടുത്തുള്ള ആരവല്ലി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യ ഇനം പോർട്ടുലാക്ക ഭാരത്. 2025 കനേഡിയൻ ഗ്രാൻഡ് പി കരോട്ട മത്സരത്തിൽ ജേതാവായത് ജോർജ് റസൽ. മെർസീഡിയസ്. 2 ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള സംയുക്ത ഭൂമി നിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ് നിസാർ ദൗത്യം. നാസ ആൻഡ് ISRO. ജൂൺ 18 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 യുവ പുരസ്കാരത്തിന് അർഹനായത് അഖിൽ P. ധർമ്മജൻ. നോവൽ റം കെയർ ഓഫ് ആനന്ദീൻ. 2 കേന്ദ്ര ആനന്ദി അക്കാദമി പുരസ്കാരം 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീജിത്ത് മുത്തേടത്ത്. പെൻഗിനുകളുടെ വൻകരയിൽ. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ വേദിയാകുന്നത് ഇന്ത്യ ശ്രീലങ്ക. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ബീഹാർ. സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതമാകുന്നത് ആറളം വന്യജീവി സങ്കേതം. ഇറാൻ ആക്രമണം പ്രതിരോധിക്കാൻ ഇസ്രയേൽ വികസിപ്പിച്ച പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം ലൈറ്റനിങ് ഫീൽഡ്. 2025 ജൂണിൽ സെൻട്രൽ ടാക്സ്, സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന GST കോൺക്ലേവിന്റെ വേദി കൊച്ചി. ഇസ്രയേലുമായി സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ സിന്ധു. അടുത്തത് ജൂൺ 19
വായനാ ദിനം ജൂൺ 19. കേരളത്തിലെ സംസ്ഥാന പാമ്പായി തിരഞ്ഞെടുക്കപ്പെടുക്കാനൊരുങ്ങുന്നത് ചേര. 2025 ഡൽഹി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് കങ്കണ റാണൌട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ LPG ഭൂഗർഭ സംഭരണ കേന്ദ്രം മംഗളൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ നിലവിൽ വന്നത് ഗുരുഗ്രാം. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വന്നത് മഹാരാഷ്ട്ര. സ്കൂൾ വിദ്യാഭ്യാസം വിലയിരുത്തുന്നതിനായി പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് PGI 2.0 റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന വിദ്യാഭ്യാസ മന്ത്രാലയം. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 150. അടുത്തത് ജൂൺ 20. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരി മഠത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം നടക്കുന്ന സ്ഥലം ഡൽഹി. 2025 ജൂണിൽ റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറിയായി നിയമിതനായത് MG രാജമാണിക്യം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പുതിയ ഔദ്യോഗിക വസതിയുടെ വിലാസം 5 സുനേരി ബാഗ് റോഡ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയമായ ലുലു ടിൻ ടവർ സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്, കൊച്ചി. ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും നടന്ന തൻ്റെ കന്നി ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാനായി മാറിയത് യശസ്വി ജയ്സ്വാൾ. 2025 പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം വിരാജ് ബ്ലേഡ് കൃത്രിമക്കാലുള്ള ഒരു യുവയാന. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി IOC അഭിനവ് ബിന്ദ്ര ഫൗണ്ടേഷനായും റിലയൻസ് ഫൗണ്ടേഷനുമായും സഹകരിച്ച് ജൂൺ 23 ആഘോഷിക്കുന്ന ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയം ലെറ്റ് മൂവ് +1 ഇന്ത്യ. ഇലോൺ മസ്കിൻ്റെ വൈദ്യുത വാഹന കമ്പനിയായ ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് മുംബൈ. അടുത്തത് ജൂൺ 21. മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന മറികടക്കാൻ വോളണ്ടിയർമാരായി ഫോണിൽ ബന്ധപ്പെടാനും നേരിട്ട് കണ്ട് സംസാരിക്കാനുമായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സല്ലാപം. പാരീസ് ഡയമണ്ട് ലീഗ് ജവാലിൽ മത്സരത്തിൽ ഒന്നാമതെത്തിയത് നീരജ് ചോപ്ര. ഇറാൻ-ഇസ്രയേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാനിൽ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഏത് മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത ഒരു കൃത്രിമ ബുദ്ധി അധിഷ്ഠിത ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോമാണ് ഭാഷിണി. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ന്യൂഡൽഹി. കോർപ്പറേറ്റ് നിയമ പ്രക്രിയകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനായി ഏത് മന്ത്രാലയം? MCA 21 പോർട്ടൽ ആരംഭിച്ചത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. 2025 ലോക നിക്ഷേപ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന UNCTAD. സഹകരണ സംഘത്തിൻ്റെ രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സംരംഭം സഹകാർ ടാക്സി. അടുത്തത് ജൂൺ 22. മഴക്കാട് ദിനമായി ആചരിക്കുന്നത് ജൂൺ 22. ഇന്ത്യയിലുടനീളം ലിംഗ സെൻസിറ്റീവ് ആസൂത്രണത്തെ പിന്തുണയ്ക്കുന്നതിനായി ജെൻഡർ ബഡ്ജറ്റിംഗ് നോളജ് ഹബ് ആരംഭിച്ച മന്ത്രാലയം വനിതാ ശിശു വികസന മന്ത്രാലയം. സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാക്കൾ KG പരമേശ്വരൻ നായർ 2021, ഏഴാച്ചേരി രാമചന്ദ്രൻ 2022, N അശോകൻ 2023. 2025 ജൂണിൽ നിര്യാതനായ ഇംഗ്ലണ്ടിലെ മുൻ പേസ് ബൗളർ ഡേവിഡ് ലോറൻസ്. ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള അമിത നിരക്കും മറിച്ച് വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി സുജലം സുലഭം. ഇറാനെ വിറപ്പിച്ച റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അമേരിക്കൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് സബ്സോണിക് മിസൈൽ ടോമഹോക്ക്. 2025 ജൂണിലെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റ് കേരള ടൂറിസം വെബ്സൈറ്റ്. അടുത്തത് ജൂൺ 23. ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ് GEM വഴിയുള്ള ഡിജിറ്റൽ സംഭരണത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. 2025 ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് തമിഴ്നാട്. 2025 ജൂണിൽ അന്തരിച്ച വിഭജനത്തിൻ്റെ നോവിനെയും സാധാരണക്കാരുടെ ജീവിതത്തെയും എഴുത്തിലേക്ക് പകർത്തിയ വിഖ്യാതനായ ബംഗാളി സാഹിത്യകാരൻ പ്രഫുല്ല റോയ്. മിനർവയുടെ മൂങ്ങ എന്ന പുസ്തകം രചിച്ചത് M മോഹൻദാസ്.
2025 ജൂണിൽ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ഹൈഡ്രജൻ ഇന്ധന സെൽ ബസ്സുകൾ പുറത്തിറക്കിയത് ലേ ലഡാക്ക്. 2025 ജൂണിൽ സ്കൂൾ വിദ്യാഭ്യാസ നിലവാര ഗ്രേഡിംഗ് പട്ടികയിൽ ഒന്നാമതെത്തിയത് ഛത്തീസ്ഗഡ്. അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം JCB പുരസ്കാരം. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് മാൽസി വസുന്ധര ക്യാമ്പയിൻ 6.0 ആരംഭിച്ചത്? മഹാരാഷ്ട്ര. അടുത്തത് ജൂൺ 24. ഇന്ത്യയിൽ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫ്രിഗേറ്റ് തമൽ എവിടെയാണ് കമ്മീഷൻ ചെയ്തത്? റഷ്യ. ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടൊമോഹോക്ക്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2025 സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ SDG ഇന്ത്യയുടെ റാങ്ക് 99. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബോധപൂർണിമ. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് 5 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി AI പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സജ്ജീകരിക്കുന്ന എക്സ്പ്രസ് വേ ദ്വാരക എക്സ്പ്രസ് വേ. ഏഷ്യൻ കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടപിടിച്ച ദുരന്തം വയനാട് ഉരുൾപൊട്ടൽ. ജൂൺ 25. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് 2025 ആരംഭിച്ചത്? 113. 2025 ജൂണിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം ദിലീപ് ദോഷി. 2025 നടന്ന പ്രഥമ ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി ബി നിഖിൽ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അങ്കമ്മൽ. കൗമാരക്കാരായ പെൺകുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സംരംഭം നവ്യ. 2024 വിശിഷ്ട ഗത്വത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. 2025 ജൂണിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഹേഗ്, നെതർലൻഡ്. ജൂൺ 26. ദേശീയ സംരംഭത്തിന്റെ ബാനറിലാണ് പഞ്ചായത്ത് രാജ് മന്ത്രാലയം പരിശീലകരുടെ പരിശീലന പരിപാടി ആരംഭിച്ചത് ആസാദി കാ അമൃത് മഹോത്സവ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിയനായുള്ള FPV പ്രൊജക്ടിന് കീഴിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഫാസ്റ്റ് പെട്രോൾ വെസൽ അദമ്യ ഫാസ്റ്റ് പെട്രോൾ വെസൽ. മുൻ ക്രിക്കറ്റ് താരം VV കുമാറിന്റെ ജീവിതത്തെയും കരിയറിനെയും അനുസ്മരിക്കുന്ന പുസ്തകം VV കുമാർ at 19. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. 2025 ബീച്ചിലും പാർക്കിലും പുകവലി നിരോധിച്ച രാജ്യം ഫ്രാൻസ്. 2025 ജൂണിലെ കണക്ക് പ്രകാരം പുരുഷ ജാവലിൻ ത്രോയിൽ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയത് നീരജ് ചോപ്ര. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ഡിജിറ്റൽ പേയ്മെന്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ഏത് സ്ഥാപനത്തിന്റെ സംരംഭമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ജൂൺ 27. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായി നിയമിതനായത് രവി അഗർവാൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത സ്മൃതി മന്ദാന. കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഷാങ്ഹായ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അധ്യക്ഷൻ ചൈന. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം 2025 അർഹനായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഏത് മേഖലയിലെ പ്രസിദ്ധനാണ്? കഥകളി സംഗീതജ്ഞൻ. ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ഓപ്പറേഷൻ ബഷാറാത്ത് അൽഫത്ത്. 2025 മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ശശിധരൻ നടുവിലിന് നേടിക്കൊടുത്ത രചന പിത്തള ശലഭം. UN ചാർട്ടിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂണിൽ ആചരിച്ചത്? 80. അടുത്തത് ജൂൺ 28. മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI ആരംഭിച്ച പ്രവർത്തനം ഓപ്പറേഷൻ ചക്ര 5. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയുടെ സ്ഥാനം 2. കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ നേർവഴി. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനായി ചൈനയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന
ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച സംസ്ഥാനം ഡൽഹി. 2025 താഷ്കൻഡിൽ നടന്ന മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രഗാനന്ദ. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പൊതുസ്ഥലങ്ങളിലെ പ്രവേശനക്ഷമതയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പ് സുഗമ്യ ഭാരത്. 2025 വനിതാ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് നേടിയത് ഇന്ത്യ. ജൂൺ 29. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ലഘുഭക്ഷണങ്ങളും മറ്റ് പഠനോപകരണങ്ങളും ലഭിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി മാ കെയർ. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോൺ വഴി വോട്ട് ചെയ്യുന്ന വോട്ടിംഗ് സംവിധാനം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന കൃതിക്ക് 2024 സാഹിത്യ വിമർശനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ജി ദിലീപൻ. 2025 മികച്ച വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് നിർബന്ധ ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. 2024 മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആരോഹണം ഹിമാലയം. കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ കുടുംബശ്രീ ആരംഭിച്ച വ്യക്തി കെ ടാപ്പ്. 2025 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. കേരളത്തിലെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് റവാഡ ചന്ദ്രശേഖർ. ജൂൺ 30. പൊതുവിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ് വരെ 3ാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 ജൂണിൽ നിര്യാതനായ ദളിത് ചിന്തകൻ എം സലീം കുമാർ. 2029 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് വേദിയാകാൻ പോകുന്നത് അഹമ്മദാബാദ്. 2025 ജൂണിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം RBI. സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഏത് രാജ്യങ്ങളാണ് അറ്റ്-സീ ഒബ്സർവേയർ മിഷൻ ആരംഭിച്ചത്? QUAD. കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ക്ഷേത്രം ഓങ്ങാരുല്യ തളിയിൻ ശിവക്ഷേത്രം. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി വയോസാന്ത്വനം.